Hello guys. Hey. Time എത്രയായി? ആറരായി. പുതിയ വീഡിയോക്ക് സ്വാഗതം. പേനേജിലുള്ളൂ കേട്ടോ. ഒന്നും കാണില്ല, മഞ്ഞാണ്. നീച്ചി മോർക്കം കേട്ടെ. ഇതാണ് കേട്ടോ മഞ്ഞ. ഞാൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓണാക്കിയില്ല. ഞാനൊന്ന് റൂമിലേക്ക് എത്തണം. രാവിലെ ആകുമ്പോൾ ബ്ലോക്കില്ലാണ്ട് റൂമിലേക്ക് എത്താം. കുറച്ചേ ഉള്ളൂ, ഒരു 10-30 മിനിറ്റേ ഉള്ളൂ റൂമിലേക്ക് ഇവിടുന്ന്. അപ്പം അവിടെ പോയിട്ട് എന്താക്കുക, ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യുക, കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. രാവിലെ അങ്ങാടി ഇട്ടത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എൻട്രി വരാൻ മറന്നുപോയി, ഇപ്പോൾ ഓർമ്മ വന്നത്. വീഡിയോ എല്ലാം കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മളെ സൂര്യേട്ടൻ എങ്ങനെ പൊന്താനുള്ള പ്ലാനിങ്ങെല്ലാം ഉണ്ട് കേട്ടോ. സൂര്യേട്ടൻ പൊന്തിട്ടില്ല, അവിടുന്ന് പൊന്താനുള്ള പ്ലാനിങ് ഉണ്ട്. അതാണ് മുകളിലൊരു ചോപ്പ് എത്തണം. റൂം അവിടെ ഉണ്ട് കേട്ടോ. റൂമിൽ കിടത്തോ ഉറക്കമൊന്നുമില്ല, കിടത്തൊക്കെ വണ്ടിയിലാണ്. റൂം ഇങ്ങനെ മറ്റൊരു 100 ഉറുപ്പിക കൊടുക്കുന്നുണ്ട് എന്നും, എന്നിട്ട് അവിടെ ഇടും. അങ്ങനെ നമ്മൾ റൂമിൻ്റെ കവാടം കടന്ന്. ഇവിടെ രാത്രി ആണെങ്കിൽ പാസ് കാണിക്കണം കേട്ടോ, പകലാതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു ഗല്ലിയാണ്, ഗല്ലി. ഇതാണ് നമ്മളെ റൂം. സ്റ്റെപ്പ് വരാണ്ട്, സ്റ്റെപ്പ് അടിപൊളി കാഴ്ച. അടക്കപ്പാകം, ഓമയ്ക്കായ കൃഷിയുണ്ട്. കൃഷി ഇങ്ങനെ കുളിച്ചിട്ടോ, കുളിച്ച് ഒരു 3 ദിവസമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വണ്ടി എടുത്ത് പോകണം. താന്നിട്ട് രക്ഷയില്ല കേട്ടോ. ഇവിടെ വണ്ടി അതവിടെ കിടക്കുന്നത്. സൂര്യാട്ട എണീച്ച് അങ്ങനെ കുളി കഴിഞ്ഞിട്ടോ. എൻ്റെ പൊന്നോ, ഈട്ട് വർക്ക് ചെയ്യില്ല. തണുപ്പത്ത് കുളിച്ച് എൻ്റെ സൈക്കിള ചാർജ് വെക്കട്ടെ. അപ്പോൾ ബിസ്മില്ലാ പോവാണ്. ഇന്നത്തെ അംഗത്തിന് തയ്യാറായി. ഒരു ചായ അടിക്കാം കേട്ടോ, നല്ല വിശപ്പുണ്ട്. ചായ കുടിച്ചിട്ട് ഒന്ന് ഇറങ്ങുള്ളൂ. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പും സത്യം ഒലക്കമത്തെ കാലാവസ്ഥ. പുറത്ത് നമുക്കതൊക്കെ സുഖം. ഇവിടെ ജീവിക്കുന്നവർക്കനെ പറ്റാത്ത. ഞാൻ അബേയിൽ നിന്നീന്ന്
നല്ല തണുപ്പ് അവിടെ. എന്നാൽ അവിടെ ഹീറ്ററും കാര്യങ്ങളിലുകൊണ്ടൊക്കെയാണ് രക്ഷപ്പെട്ടു. ഇവിടെ ഹീറ്ററില്ലല്ലോ, ഹീറ്റർ കംപ്ലൈൻ്റാ. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി പോവാണ്. ആപ്ലിക്കേഷൻ ഓൺ ആക്കണമെന്ന് ആലോചിക്കുക. ഞാൻ ഫുഡല്ല, ഒരു ചായ കുടിക്കണമെന്നുണ്ട്. മലയാളി ബേക്കറി ഉണ്ട്, അവിടെ പോയിട്ട് കോഫി കുടിക്കണം. ഇപ്പം ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ പിന്നെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ കുടിക്കാൻ വിചാരിച്ചു. എന്തായാലും പാർക്കിംഗ് ഇല്ല അവിടെ, അതാണ് പ്രശ്നം. നോക്കട്ടെ എന്തായാലും അവിടെ പാർക്കിംഗ് കിട്ടാണ്. രാവിലത്തെ ചായ റെഡി, നല്ല കോഫിയും ക്രീം പെണ്ണും. ഇവിടെ വണ്ടി ഓടിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ തന്നെ ഇപ്പം. ദിവസം ഒരു 350 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ട്. 350 പോലെ 400 കൂട്ടണം. 2 ഫുൾ ടാങ്ക് CNG കയറി. ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ 200 സംതിങ് കിട്ടും. 2 ഫുൾ ടാങ്ക് അടിക്കും. ദിവസം 400-ൻ്റെ അടുത്ത് ഓടുന്നുണ്ട്. അങ്ങനെ ഡെയിലി ഓടാണ്. സ്റ്റോട്ടം വന്നിട്ട് എന്തായാലും എടുക്കാം. നല്ല അമ്പലത്തിൽ നിന്ന് പാട്ടും അയ്യപ്പന്മാരും രാവിലത്തെ നല്ല വ്യൂ ആട്ടോ. നല്ല എന്താ പറയുക, പശുക്കൾ റോഡിൽ ക്യൂ നിൽക്കുന്നു. അങ്ങനെ പശുക്കൾ കഴിഞ്ഞു. ഇനി പോത്തിൻ്റെ ഇതാണ്. കണ്ടില്ലേ പോത്ത്. ഇതൊക്കെ നമ്മളൊരു 40-50 പോവുകയാണെങ്കിൽ എന്താ അവസ്ഥ? അത് കളിച്ചത് കഴിഞ്ഞ കാര്യം. അങ്ങനെ ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ഓട്ടം നമ്മൾ എയർപോർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓട്ടം 500 സംതിങ് ഉറുപ്പ്യ. അങ്ങനെ അപ്പോത്തിന് എനിക്ക് മറ്റേ ഇവിടുത്തെ ട്രിപ്പ് പിക്കപ്പ് എടുക്കാനുള്ള മെസ്സേജ് വന്നു. ടെർമിനൽ 2 ഞാൻ എന്തായാലും ഇപ്പോൾ എടുക്കുന്നില്ല. 2-3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇതിൽ മെയിൻ കാര്യമാണ് വണ്ടി വാഷിംഗ്. അങ്ങനെ 2 കാര്യങ്ങൾ. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്. പക്ഷെ അത് കിട്ടുമോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഒരു മണിക്കൂറത്തെ പരിപാടി ഉണ്ട് ഇവിടെ. വണ്ടികളിൽ ചായ കുടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എക്സ്പയറി, അത് ഇപ്പം എത്ര മണിക്കൂറുണ്ട് അതിൻ്റെ ഒരു പിൻകോഡിൻ്റെ എക്സ്പയർ. അത് കഴിഞ്ഞ മുമ്പേ എടുക്കണം. എന്തായാലും നേരെ വണ്ടി കേൾക്കാനുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ വണ്ടി വാഷ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തി. ഇനി നമ്മളിവിടെ ആരെങ്കിലുമൊക്കെ ഇത് മറ്റേ താറ്റി തരും. അപ്പം താറ്റി തന്നെ അവരോട് വെച്ച് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യാനുള്ള പ്ലാൻ. ആരും ഒരുത്തുണ്ടായിരുന്നു, പക്ഷെ അവന് ഞാൻ എടുത്തില്ല. അടുത്ത് നോക്കിച്ചിട്ടാണ് ആരുള്ള നോക്കട്ടെ. എന്തായാലും നോക്കിയിട്ട് ആളെ കിട്ടി. ഇതാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. വണ്ടി പാർക്ക് ചെയ്യാനുള്ളതാണ്. വണ്ടി കേൾക്കാണ്. ഞാൻ വണ്ടി കേൾക്കട്ടെ. നമ്മളപ്പൊതിന് നമ്മളെ കാര്യം നോക്കിയിട്ട് പോകും. വണ്ടി കേട്ടോ. അങ്ങനെ വണ്ടി കേട്ടോ. വണ്ടി ഉഷാറായി. ഇനി ചായ. നല്ല വിശക്കുണ്ട്. 2 അടി അടിച്ചിട്ടോ എയർപോർട്ടിൽ നിന്ന്. ഫസ്റ്റത്തെ എക്സ്പയർ ആയിട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് എത്ര അരമണിക്കൂറാണ് തോന്നുന്നത്. മറ്റേ 30 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്പയർ ആവാൻ തോന്നുന്നു അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പയർ ആയി. ഇനിയിപ്പം അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ടെർമിനൽ 1 വന്നിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ചായ കുടിക്കണം. ചായ കുടിച്ച് പോകുമ്പോഴത്തേന്
എക്സ്പയറി ആയിട്ടില്ലെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ അടുത്ത് കിട്ടുന്നവരെ കത്തിക്കണം. നോക്കട്ടെ എന്താ വെച്ചാൽ. എന്തായാലും ചായ കുടിക്കാം, ഫുഡ് അല്ലാതെ ഒരു കാര്യം നടക്കില്ല. വിശന്നിട്ട് 11 മണിയായി. നമ്മളിപ്പോൾ 1700 ഉറുപ്പ് ഉണ്ടാക്കിട്ടോ. ഇപ്പോൾ ഞമ്മത്ത് 3 ഓട്ടം ഓടിട്ടോ. ഞാനത് 2 ഓട്ടം, ഒരു ഫസ്റ്റ് ഓട്ടം പറഞ്ഞില്ലേ, അത് നമ്മളവിടെ എത്തി. ആ കസ്റ്റമർ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന അതേ സ്ഥലത്താണ് മറ്റേ കസ്റ്റമർ ഉണ്ടായത്. അതുകൊണ്ട് വീട് കണക്കായിട്ടില്ല. അവിടെ എത്തി പോലെ ഈ ക്യാഷ് അടക്കണ അവിടെ കാത്തിക്കരുത്. ഞാനത് കഴിഞ്ഞ് ഇനി നേരെ ചായ. വയനാടൻ കഫേ എന്ന പേര്. വയനാട് തന്നെയല്ലേ? അയ്യോ മറന്ന്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അവിടെ നല്ല പുട്ടും ചിക്കൻ കറി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കണ്ടേ. വിശന്നിട്ട് എങ്ങനെ വണ്ടി ഓടിക്കും? വിശന്നാൽ പിന്നെ കണ്ണാവില്ല എന്ന് പറഞ്ഞൊന്നും അല്ലേ? ഉണ്ട്. അങ്ങനെ രാത്രി ആയിട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് ബ്ലോക്കും തിരക്കും ഒരു കഥയായിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും എടുക്കാണ്ടിരുന്നത് തന്നെ. ഞാൻ ഇപ്പോൾ 2-3 വീഡിയോ ചെയ്യാൻ തന്നെ എടുക്കുക, കസ്റ്റമർ എടുക്കുക പോവുക, കസ്റ്റമർ എടുക്കുക പോവുക. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാറ്റില്ല. ഇപ്പോൾ രാത്രിയായി, ഇപ്പോൾ ടൈം 7 മണിയായി. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് 2 ഓട്ടം ഞാൻ ഒഴിവാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ കാലൊക്കെ വരുന്ന അടിച്ചിട്ട്. നോക്കട്ടെ ഞാൻ അടുത്ത ഓട്ടം കിട്ടണമെന്ന്. അതുവരെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അടുത്ത ഓട്ടം അടിച്ചിട്ടുണ്ട്. ഇൻട്രസിറ്റി ആട്ടോ. അങ്ങനെ നമ്മളൊരു ഇൻട്രസിറ്റി വന്നാട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ എത്തി. ഇപ്പോൾ തമിഴ്നാട് ഇന്ന് വൈകുന്നേരം വരെ കർണാടക സംസ്ഥാനമായിരുന്നു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു കസ്റ്റമർ ഇറക്കിയിട്ട് ഒരു ഇവിടുന്ന് പോവാണ്, മറ്റേ തിരിച്ച് പോവാണ്. ഒരു ചെറിയ റോഡാണ്, പക്ഷെ ഒറ്റയ്ക്ക് പോകും. വണ്ടി പോയാലേ പറ്റൂ. അടിപൊളി ഗ്രാമമാണ്. അത് പകല് വരമായിരുന്നു, പക്ഷെ നമുക്കറിയില്ലല്ലോ. എന്തായാലും സ്ഥലം പോലെ. നമ്മൾ തമിഴ്നാട്ടിൽ വീണ്ടും ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അടുത്താണ് ഇപ്പോൾ എവിടുന്ന ഇപ്പോൾ വന്നത്. കാറ് ഓർമ്മ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഓൾറെഡി കാസ് പൊട്ടിക്കണ്, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ പോട്ടെ. നമ്മള് പുറത്തടി ആടണല്ലോ അടച്ചോണ്ടേ. ഇതിപ്പോൾ ഇവിടെ ഇനി കൊടുക്ക. ഇങ്ങോട്ട് ഓക്കെ. ഇപ്പോൾ സ്വിഫ്റ്റ് പോവോ? സ്വിഫ്റ്റ് തട്ടുമോ? വേണ്ട, ബാക്ക് എടുത്താത്ത പ്രശ്നം ഒരു പ്രശ്നമില്ല. ബാക്ക് എടുത്ത് വെച്ചിട്ട് ആകാശം തിരിഞ്ഞു നോക്കില്ലല്ലോ. അങ്ങനെ അടിപൊളി വില്ലേജിലൂടെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെത്തിട്ടോ. നമ്മളൊരു ദിവസം കർണാടക, ഒരു ദിവസം തമിഴ്നാടൊക്കെ ആയിട്ട്. അതാണ് ഈ ഡ്രൈവർമാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവമാണ്. എല്ലാവരും ഈ ഓഫീസ് വർക്കാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പണി ഐ ഡോണ്ട് ലൈക്ക് മാൻ. ഇതാകുമ്പോൾ അടിച്ച് പൊളിച്ച അങ്ങനെ പുറലോകം കണ്ടില്ല. കുറച്ചും കൂടി പോകണം, എന്നാലും പുറലോകം. ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിറ്റും ചോദിച്ചിരുന്നില്ല. പോരുമ്പോൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ പോകുമ്പോൾ ചോദിക്കുമെന്നാണ് പേടി. ചോദിച്ച 1000 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞു. ആകെ 1000 സംതിങ് ആണ് കിട്ടിയിരിക്കണ്. ഇന്ന് ക്യാഷായിട്ട് കിട്ടിയത്, ഓൺലൈൻ അല്ല. അതുകൊണ്ട് ഇന്ന് ക്യാഷാണ്. എന്താണ് ഞാനൊന്ന് ഊബർ ഒന്ന് ഓണാക്കി ഓട്ടെ. അഥവാ ഒരു ഓട്ടൊക്കെ ഇവിടുന്ന് അടിച്ചിട്ടേ, അഥവാ അങ്ങോട്ട് തന്നെ ബാംഗ്ലൂരിൽ തന്നെ കിട്ടിയ പൊളിക്കൂലേ. എന്തായാലും ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ നല്ല സ്ഥലത്ത്. സത്യത്തിൽ ഞാൻ ട്രിപ്പ് വന്നിട്ടോ. അപ്പം ഞാൻ എടുത്ത് സത്യത്തിൽ ഇത് എവിടുക്കാന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഇൻഡസ്ട്രിറ്റാന്ന് ഉറപ്പ്. അങ്ങനെ ഞാൻ എടുത്തപ്പോൾ ഞാൻ എന്താണ് അത് എവിടെയെങ്കിലൊക്കെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ആവും വിചാരിച്ച് എടുത്തത്. സത്യത്തിൽ അങ്ങനെ എടുത്തത്. ഞാൻ എന്താ നോക്കുക, ഫുഡ്
അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് സാറാ നല്ല വിശപ്പുണ്ടോ എന്നാണ് നമുക്കൊന്ന് നോക്കാം. ഒരു ഹോട്ടൽ കിട്ടിയാലോ? ഞാൻ ആ ബാക്കിൽ ഹോട്ടൽ ഉണ്ട്. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ എടുത്തു അതിൽ സെർച്ച് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. അവിടെ പോയി ചോദിക്കണ്ടല്ലോ. എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാനേ ഒന്ന് ബാക്ക് അടിച്ചവിടെ പോയാക്കട്ടെ. ഇന്നത്തെ മറ്റേ ഡിന്നർ തമിഴ്നാട്ടിൽ നിന്നാക്കാം, ലഞ്ച് കർണാടകയിടുന്ന്, നമുക്ക് ഡിന്നർ തമിഴ്നാട്ടിൽ നിന്നാക്കാം. അപ്പോൾ യൂട്ടടിച്ചിട്ടേ ബാക്ക് അടിച്ച് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ബിരിയാണി കൊടുക്കണമെങ്കിലും യൂട്ടല്ല അടിച്ചോണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്ന് പോയാൽ കിട്ടൂല. ഇവിടുന്ന് പോയാൽ പിന്നെ ഇവിടെ എത്തണം. ഒരു 10-18 കിലോമീറ്റർ പോകണം അടുത്ത ഹോട്ടൽ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ തന്നെ ഏതെങ്കിലും നോക്കാം. അതിനപ്പുറത്ത് കുറേ കട ഉണ്ട്. എന്തായാലും അവിടെ ഏതെങ്കിലും ഒരു കട കയറ്റി ഫുഡ് കഴിക്കണം. ബിസ്ക്കറ്റ് ഇന്ന് കസ്റ്റമർ ക്യാഷ് തന്നുകൊണ്ട് അത് കൊടുക്കാം. ക്യാഷ് ഒന്നും കൊടുക്കില്ല. അങ്ങനൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ള് ഓൺലൈൻ പേയ്മെൻറ്റ്. ഇവിടെ നിർത്താം. പോൾക്ക് ശല്യമില്ലാണ്ട് വണ്ടി നിർത്താം. ഇവിടെ തടി കിട്ടും. ബാക്കിൽ കിടാം. ഒരു പറമ്പുണ്ട്. ഇതാരെ പറമ്പാന്ന് അറിയില്ല. പാർക്കിങ് പോലതാ. അത് വർക്കിംഗ് അല്ലല്ലോ അല്ലേ? അത് വർക്കിംഗ് ഉണ്ടല്ലോ. വർക്കിംഗ് നമുക്ക് എന്തായാലും വർക്ക് ചെയ്യാം. അഥവാ പൈസ വയ്ക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുക. അല്ലാതെ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാം? നമ്മൾ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഇനിയിപ്പോൾ അങ്ങോട്ട് ആക്കിയിട്ട് ചോദിക്കുമോ പൈസ? അങ്ങനെ ഇത് മൊത്തത്തിൽ പാർക്കിംഗ് ആണ്. എന്തായാലും ഫുഡ് ഒന്ന് നോക്കാം. വിശക്കണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് മുകളിലൊരു സാധനം കണ്ടത്. പാർക്കിംഗ് ചന്തിക്കാര. അപ്പോൾ ഇത് അതിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്ക് എടുക്കണം. ഗ്യാപ്പുണ്ട്. ഇവിടെ നിർത്താം. ഇവിടെ ആകുമ്പോൾ ആരും ചോദിക്കില്ലല്ലോ നമ്മളോട് എന്താ ഇവിടെ ചവിട്ടിയെന്നുള്ളത്. അങ്ങനെ തമിഴ്നാട്ടിലൂടെ നമ്മളതാ നടന്ന് നീങ്ങുകയാണ്. ഉസൂർ, ദേനക്കല്ല്, എന്തൊക്കെ പോയിട്ടുണ്ട്, രേയാക്കോട്ടായി എന്നൊക്കെ പറഞ്ഞ പേരുണ്ട്. നമ്മൾ ഈ ഹോട്ടലിൽ പോയില്ല, നമ്മൾ അപ്പുറത്തെ ഹോട്ടലിൽ പോവാണ്. നമ്മൾ അവിടെ 2 ഹോട്ടലുണ്ട്, അവിടെ പോവാം. അവിടെ ചിക്കനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പൊറോട്ട വേണം. അങ്ങനെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. പൊറാട്ടയും ചിക്കൻ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ട വന്നിട്ട് കറി നമ്മൾ നാട്ടിലെ പോലത്തെ പൊറോട്ട അല്ല, ചെറിയ പൊറോട്ടയാണ്. ഇത് തമിഴ്നാട് പൊറോട്ട. ചിക്കൻ കബാബും വന്നിട്ട് പൊറോട്ടയും ചായയും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ അങ്ങനെ വണ്ടി ഒന്ന് കയറി. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ പോരാ, എന്താണെന്നറിയില്ല, പോരാ. ആദ്യത്തെ കുറ്റം പറഞ്ഞ ഫുഡിനെ പറ്റിയിട്ട്. ഞാൻ എന്തെന്നാലും അധികം ഐസ്മെൻറ്റ് തിന്നുന്ന ആളാണ്, പക്ഷേ പോരാ. നമ്മുടെ പൊറാട്ടൊക്കെ മാവ്, അതായത് മാവ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ. ഒരിക്കലും മാവ് ഫ്രിഡ്ജ് വെച്ച് ഫുഡ് ഉണ്ടാക്കരുത്, അപ്പോൾ ടേസ്റ്റ് പോകും. ചിലപ്പോൾ അവർക്ക് രസം ഉണ്ടാവും. ചിക്കൻ 65 മാത്രം ഓക്കെ, ബാക്കിയൊക്കെ കറിയൊക്കെ നെയ്യില്ലേ, നെയ്യ് നമ്മൾ എന്താ പറയുക, നെയ്യ് ചോയപ്പോൾ മാത്രം, വേറെ ഒന്നുമില്ല. കറിയായിട്ട് കൂട്ടില്ല. എന്തായാലും 195 ഉറുപ്പ്യയായി. നമുക്ക് പോവാം ബാക്ക് ടു കർണാടക സ്റ്റൈൽ. അങ്ങനെ ബാംഗ്ലൂർക്ക് പോവാട്ടോ. ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എവിടുന്നെങ്കിലൊക്കെ ഒന്ന് ഓട്ടം അടിച്ചാൽ നമുക്ക് കാലടിച്ച് പോകണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ബാക്ക് ടു ബാംഗ്ലൂർ. ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ ബാംഗ്ലൂർക്ക്. CNG ഹാഫ് ടാങ്ക് ഉണ്ട്.
ടു ബാംഗ്ലൂർ 2.5 മണിക്കൂർ. അതിൻ്റെ ഉള്ളിൽ ഓട്ടോ അടിച്ചാൽ നമുക്ക് ലാഭമാണ്, ഇല്ലെങ്കിൽ ആ ലാഭം പോയി. നമുക്കൊരു 250 റുപ്യോളം CNG കത്തും. പറഞ്ഞിട്ടില്ല അവസ്ഥ. എന്തായാലും പോയി നോക്കാം. ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ഓട്ടോ അടിച്ചിങ്ങനെ 600 റുപ്യൻ്റെ ബാംഗ്ലൂർക്ക് എത്തൂല, പകുതി എത്തും. അതെന്തായാലും എടുക്കുക. അപ്പം ഇനി ഞാൻ പിന്നെ യൂട്ടടിച്ച് നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെ പോവാണ്. ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെ എത്തണം. അവിടുന്ന് റേറ്റ് കാണിക്കണ്. എന്തായാലും പിന്നെ ഞാൻ പറയാൻ മറന്ന്, നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്ന കസ്റ്റമർ ഇല്ലേ തമിഴ്നാട്ടിലേക്ക്, അവരൊരു മലയാളം ഒരു തമിഴത്തിയായിരുന്നു, 2 ചേച്ചിമാരായിരുന്നു. അതിൽ ആ തമിഴത്തിന് അമ്മ ഉണ്ട് ഇവിടെ. അപ്പം ആ തമിഴത്തിന് അമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് വേണ്ടി കൂട്ടുവന്നതാണ് മലയാളി ചേച്ചി. അങ്ങനെ അവർ സംസാരിക്കുക, നല്ല സംസാരിക്കുക, നല്ല കമ്പനിയൊക്കെ ആയി. അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, നാട്ടിൽ ചാലക്കുടി. പിന്നെ കാര്യം കൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കഥ. പിന്നെ വരുമ്പോൾ ചായ കുടിച്ചിട്ടോ, എന്തെങ്കിലും വേണോ ചോദിച്ച് ഫ്രൈഡ് റൈസ് ഒന്നച്ച കഴിച്ചോ എന്ന് പറഞ്ഞു. അവനൊന്നും വേണ്ടാതെ, കാരണം ഉറങ്ങുമായി. ഇപ്പോൾ ഉറക്കലുണ്ട്, ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ ഉറക്കം വരുന്നുണ്ട്. നല്ല കാലം. എന്തായാലും ഈ കസ്റ്റമർ എടുത്തിട്ട് കസ്റ്റമർ വിശേഷം കാലം കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ, ഈ കസ്റ്റമർ എവിടെ എന്താണെന്ന് അറിയില്ല. എന്തായാലും എവിടുക്കാന്ന് അറിയാത്ത യാത്രയാണ്. കസ്റ്റമർ എടുത്ത് പോവാട്ടോ, ഏതോ കാട്ടിക്കൂടെ പോണ്. റോഡൊക്കെ ഒരു മനുഷ്യന്റെ കുട്ടിയില്ലാത്ത സ്ഥലം. എവിടെച്ചോനെ യാത്രനെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി കംപ്ലൈൻറ്റ് പെട്ട് ഇവിടെ ലേറ്റാണ്. ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഒരു മനുഷ്യന്റെ കുട്ടിയില്ലായിരുന്നില്ല. ഇപ്പോഴാണെന്ന് വെളിച്ചം കണ്ടത്. മനുഷ്യന്മാർ മേടിച്ച് ഇതേ പോണു. ഭായിമാരായിരുന്നു. സ്ഥലം ബീഹാർ, കൊൽക്കത്ത. അങ്ങനെ 4 ആളുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ എത്തിട്ടോ. നമ്മൾ ഏതോ കണ്ടില്ല. ഇനി ഇവിടുന്ന് തിരിച്ച് പോകണമല്ലോ അടച്ചോണ്ടേ. എങ്ങനെ ഇപ്പോൾ വയ്യ അറിയാം. നോക്കട്ടെ, ഗൂഗിള് നോക്കി പോകണം. ഇനി വണ്ടി തിരിക്കണല്ലോ വണ്ടി. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു കണക്കിന് വണ്ടി തിരിച്ചിട്ടാ. അല്ലാഹു, ആ കുണ്ട് ഞാൻ വരുമ്പോൾ അടി തട്ടിയതാണ്. അങ്ങനെ സാറുമാരെ ഇറക്കി വിട്ടിട്ടോ. ഇനി നേരെ പോവാ. എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ എവിടുന്നാണ് വന്നത്? സത്യത്തിൽ എവിടുന്നാണ് വന്നത്? കൺഫ്യൂഷൻ അല്ല. അപ്പം മാപ്പ് നോക്കണമല്ലോ. അപ്പോൾ അവിടുന്ന് അതെ, അവിടുന്ന് വന്നു. അവിടുന്ന് തന്നെ വന്നു. റൈറ്റ് എന്നാണ് കയറിയത്. അത് റൈറ്റ്. അപ്പം നമ്മൾ ഇങ്ങനെ പോവാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഓട്ടം കിട്ടിയാൽ നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തില്ല കേട്ടോ. ഇപ്പോഴും ബോർഡറിലാണ്. തമിഴ്നാട് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കർണാടക എത്തിയിട്ടാണ്. പക്ഷേ മറ്റേ എന്താ പറയുക, ബോർഡറിലാണ്. ഇവിടുന്ന് ആകെ 6 കിലോമീറ്ററോളം തമിഴ്നാട് ബോർഡർ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാംഗ്ലൂർ റൂട്ട് പിടിക്കണം. ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ കയറുക? അങ്ങോട്ട് ഇതൊക്കെ എന്താണ് പ്രശ്നം? അങ്ങനെ പോകണം. ഈ ഡ്രൈവർ എന്ന് വെച്ചാലല്ലോ ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ പുതിയ സ്ഥലങ്ങൾ കാണാം. എന്തൊക്കെ നമ്മൾ ചെയ്ത് വിട്ടൊരു ദിവസം, ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലേ സംഭവം. ചെറിയൊരു നിസ്സാര സംഭവമല്ല. നമുക്കിനി തിരിച്ച് ബാംഗ്ലൂർ പോവാണേ. അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടം കൂടെ അടിച്ചാലാണ് എന്നാലും ബാംഗ്ലൂർ എത്തുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ആകെ 4400 സംതിങ് ഉറുപ്പ്യൊക്കെ ഒന്ന് ഓടിയത്. ഞാൻ ഒരു 6 അല്ലെങ്കിൽ 7 ആക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. നോക്കട്ടെ. അവസാനം ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു 3-4 ട്രിപ്പ് കൂടി എടുക്കണമെന്നുണ്ട്. ഒരു 5 ആക്കണം, അല്ലെങ്കിൽ ഒരു 6 ആക്കണം എന്നാണ് ആഗ്രഹം. എന്നാലും 4000 റുപ്യ ഒരു പോക്കറ്റിൽ വരുള്ളൂ. ശരിക്കും ഓടിയാൽ ഒരു 8 ട്രിപ്പ് ഉണ്ടാക്കട്ടോ. 8000 റുപ്യ നമുക്കുണ്ട് ഓടാം. 8000 റുപ്യ ഓടിയാൽ വേറെ നല്ല 8000 റുപ്യ നമുക്ക് ഓടിയാൽ നമുക്കൊരു 500 നമുക്ക് പോക്കറ്റിക്ക് എടുക്കാം. 500 പോക്കറ്റിക്ക് ഒരു ദിവസം 500 കൂട്ടിയാൽ ഫുഡും CNG വാടകയൊക്കെ കഴിച്ചാൽ
ഒരു 8,000 റുപ്യ നമ്മൾ ഏണിങ്സ് ഉണ്ടെങ്കിൽ 500 പോക്കറ്റ് വന്നാൽ ഒരു മാസം 1,00,000 റുപ്യ. ആഹാ, 1,00,000 റുപ്യ ശമ്പളം ഡ്രൈവറിന്. പുള്ളിയല്ലേ 4,500 ആയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ 6,500 ഓടിട്ടോ. ഇന്നലെ 6,500 ഓടി. ഇന്നലെ 7 ആക്കണമെന്ന് ഉദ്ദേശിച്ച, പക്ഷേ 6,500 ഞാൻ നിർത്തി. ഉറങ്ങാൻ കണ്ണിനുള്ളിൽ കുത്തിയിട്ട് നിർത്തി. ഇന്നലെ 4 ഉറുപ്പ്യോളം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്നും ഇപ്പോൾ 3 ഉറുപ്പ്യ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ CNG ആയിട്ട് പോവും. പക്ഷെ ഞാൻ എന്തായാലും 6 ആക്കണമെന്ന്, അല്ലെങ്കിൽ 5,500 ആക്കണം. 4,000 റുപ്യ പോക്കറ്റിൽ കയറണം ഒരു ദിവസം. എന്നാൽ ഒരു മാസം 1,20,000 റുപ്യ. പൊളി, മതി. അപ്പം ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമല്ലോ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർക്ക് എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 34 കിലോമീറ്റർ കൂടി പോയാൽ ബാംഗ്ലൂർ എത്തും. നമ്മളിപ്പോൾ ഒസൂർ റോഡാണ്. ഒസൂർ റോഡ് അടുത്ത സിറ്റി ഇലക്ട്രോണിക് സിറ്റി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരെ ഓട്ടം അടിച്ചില്ല. ലാസ്റ്റ് ഓട്ടം സാർമാർ ഭായിമാർ ഓട്ടം മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ CNG പമ്പ്, അവിടെ CNG പമ്പ് ഉണ്ടല്ലോ, പെട്രോൾ അടിക്കാൻ CNG അടിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ന്യൂട്ടടിക്കല്ല വഴി നോക്കിയിട്ട് അവിടെ കയറിയിട്ട് CNG ഫുള്ളാക്കാം. അതുണ്ടെങ്കിൽ സന്തോഷമാണ്. രാവിലെ നല്ലൊരു ഓട്ടം അടിച്ചാലോ. അപ്പം പിന്നെ CNG ഇല്ലാത്ത കാരണം അത് ക്യാൻസൽ അടിക്കേണ്ടതല്ലേ. ഇതാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും CNG അടിച്ചിട്ട് കാര്യം. അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ എഴുതിക്കണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇവിടെ എന്തും കളിക്കാം. രാത്രി ഇവിടുത്തെ നിയമമൊന്നും ആർക്കും ബാധകമല്ല. അങ്ങനെ മെച്ചമുണ്ട് കേട്ടോ. സിഗ്നലിൽ നിർത്തണ്ട, ഈ കൂടിയും കയറി പോവുക. അത് രാത്രിക്ക് ഇവിടെ പ്രത്യേകത ഉണ്ട്. CNG പമ്പ് എത്തി. എന്തായാലും ഫുൾ ടാങ്ക് അടിച്ച ചോടുമ്പത്തിരിക്കുവാന്നാണ്. ഇത് കാണുമ്പോൾ സന്തോഷമാണ്. ഫുൾ ടാങ്ക് 500 രൂപ ആയിട്ടോ ഫുൾ ടാങ്ക്. ഇതിൽ 4 ഉണ്ടായത്. ഒരു ഓട്ടം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്. അങ്ങനെ നമ്മളിങ്ങനെ CNG അടിച്ച് ഇറങ്ങുമ്പോൾ ഒരു 470 റുപ്യൻ്റെ ഒരു ഇൻട്രസ്റ്റ് അടിച്ചിട്ടോ. നമ്മളെ അവിടെ തന്നെ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്ത് തന്നെയാണ്. ഞങ്ങളുടെ തന്നെ പോകണം. ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അതെടുത്തിട്ട് അവിടെ അതും ഉള്ളേരിയ ഇവിടെ ആണ്. അത് ബാംഗ്ലൂർ സിറ്റിക്കല്ല, അത് പുറത്തേക്ക് തന്നെയാണ്. എന്തായാലും ഞാൻ അതെടുത്തിട്ട് അതിൻ്റെ വിശേഷവും എന്താണെന്ന് എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് അറിയാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. സത്യത്തിൽ നമ്മളിപ്പോഴും കസ്റ്റമർ കണ്ടിട്ടില്ല ഗൈസ്. കസ്റ്റമർ മുന്നേ എന്ന് പറയുന്നുണ്ട്. മുന്നേ ബന്നി എന്ന് പറയുന്നുണ്ട്. എവിടേക്ക് മുന്നേന്നൊന്നും അറിയില്ല. എന്തായാലും ചൂടിൽ പോയി നോക്കാം. എന്തായാലും ഈ റോഡിനാണ് ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഈ റോഡിലാണ് നിൽക്കുന്നുണ്ടാവുക. ഏത് ആ ഒരു ഇതനുസരിച്ച് ഇങ്ങനെ പോകണം. മനസ്സിലായോ? എന്തായാലും നോക്കട്ടെ. ഇതാണോ ഈ വെള്ളക്കുപ്പയാണോ? കാർത്തിക്. ഈ വെള്ളക്കുപ്പയാണ് കാർത്തിക്. എന്തായാലും ഈ കസ്റ്റമറെ നോക്കാൻ അറിയാൻ വിശേഷം അറിയാം. അങ്ങനെ ആ ഓട്ടൊക്കെ കഴിഞ്ഞിട്ടോ കസ്റ്റമർ ഇറക്കി. 2 പയ്യന്മാരായിരുന്നു. എന്തോ വർക്കിന് വന്നു. ഈ നേരത്ത് വർക്കിന് വരികയെ. അവിടെ ആൾക്കാർ കാത്ത് നിൽക്കുക. അവരുണ്ടാളും എന്ത് വർക്കാണ് ഈ നേരത്ത് അള്ളവാല. എന്തായാലും അവർ വർക്കിന് വന്ന് അവർ കൊണ്ടാക്കി. കാർത്തിക് ആൻഡ് മണി, രണ്ടാളുടെ പേര്. അവർ കന്നഡ. ഓരോരുത്തർക്ക് തമിഴറിയാം. തമിഴിൽ கொஞ்சம் பேசி அப்புறம் அவளை அங்கே ட்ராப் பண்ணி நான் இப்போ இங்கே ரிட்டனாக போகிறது. എനിക്കും கொஞ்சம் തമിഴ് தெரியுമേ. അങ്ങനെ നമ്മളെ കുറേ വന്നപ്പോൾ അങ്ങാടി കിട്ടിയിട്ടാ. ഇവിടെ എവിടെയെങ്കിലും ഉറങ്ങാനുള്ള സ്ഥലം കിട്ടിയാൽ കിടന്ന് ഉറങ്ങാം. ഇവിടെ കുഴപ്പമില്ലല്ലോ. ഇതെന്താണ് വല്ല
മന്ത്രിമാരൊന്നുമല്ലല്ലോ. ഇവർക്ക് കിടന്ന് അടി കിട്ടുമോ? അടിങ്ക അടി. ഇന്ന് ഇവിടെ ആക്കാം നമ്മളുറക്കം. ടുഡേ ഈ സ്ലീപ്പ് ദയർ കുറച്ച് അങ്ങോട്ട് ഇവിടെ ബുദ്ധിമുട്ടാക്കട്ടെ നമ്മളെ കാണും. സ്ഥലം എന്തൊക്കെ അറിയില്ല. എവിടെയായാലും ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം. എന്നിട്ട് ബാക്കി കലാപരിപാടികൾ നാളെ. അയ്യോ വയ്യ. എൻ്റെ ഇവിടെ എന്തോ സംഭവമാണ് കേട്ടോ. ഇവിടെ ഇതിമെന്തൊക്കെ ഉണ്ട്, മതിലുമെന്തൊക്കെ ഉണ്ട്. എന്തായാലും വേണ്ടില്ല, ഇന്ന് ഇവിടെ ഉറങ്ങാം. അങ്ങനെ നല്ല ഉറക്കമുണ്ട് കേട്ടോ. എവിടെയോ അടിച്ചിരിക്കണം. ലൊക്കേഷൻ നോക്കിയിട്ടില്ല, നോക്കണം എവിടെയാന്ന്. എന്തായാലും ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഇതെന്താന്ന് സംഭവം ഒന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് പറയുകയാണെങ്കിൽ 4,800 ഊബർ, പിന്നെ ഒരു 850 ഒരു ഓട്ടോ. അങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ ഒരു ഓട്ടോ വന്നിട്ടോ 450. അതും ഏതോ ഉള്ളിലേക്കാണ്. വയ്യ, ഇനി വണ്ടി ഓടിച്ചാലേ വണ്ടി എഴുപ്പി തട്ടും. അപ്പം ഇനി ഉറങ്ങാം. ഇന്നത്തെ ഏണിങ്സ് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 4,800 ഊബർ, 900 ഒന്ന് പുറത്തത്തെ ഓട്ടോ ഓടിക്കുക. നമ്മൾ കസ്റ്റമർ കൊണ്ടാക്കിയിട്ട് കസ്റ്റമറെ പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് അവളെ ബാക്കിക്കാണ് കൊണ്ടുവയ്ക്കുക. പിന്നെ ഊബർ ബുക്ക് ചെയ്തെടുത്ത് മൊത്തം ഒരു 5,800 5,600. ഇന്ന് നമ്മൾ പോക്കറ്റ് വന്നത് ചിലവും CNG വാടക 300, CNG 1,100 1,400 ആയപ്പോൾ. ഫുഡ് 250 300 എത്ര 1,700. ബാക്കി എത്രയായി? 5,800 5,600 3,500 ഇന്നത്തെ ഏണിങ്സ്. ചിലവും ഫുഡും CNG ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോക്കറ്റിൽ വന്നത് 3,500. ഞാൻ 4 മുകളിൽ അധികം ഓടൽ. പക്ഷെ ഇന്ന് ഓടാൻ പറ്റിയില്ല. നാളെ പൊളിക്കണം. അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വർക്കെടുത്ത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ, ഗുഡ് നൈറ്റ്. മാർക്ക് എല്ലാവർക്കും ഫീലിംഗുള്ള ഒരു കാര്യം തരും. ഈ സോക്സ് ഊരിയ എൻ്റെ പൊന്നോ, രാവിലെ 5 മണിക്ക് ഇട്ടതാണ്. ഇപ്പം ടൈം 12:30. എത്ര മണിക്കൂറായി? 16 മണിക്കൂറോളം നമ്മൾ സോക്സും ഷൂവാണ്. ഇപ്പോൾ ഊരപ്പം ഉണ്ടല്ലോ, അതെല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടാവുന്നൊരു ഫീലിംഗ് ആണ്. അതിങ്ങനെ പൊട്ടിക്കോരുന്നു. ടെക് 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 ടെക്. അതിൻ്റെ പൊത്തൂല. അപ്പോൾ ഗുഡ് നൈറ്റ്.